Hi, hello, my dear students, my dear children. We are starting part 2 class of our chapter 1 Humanism. പ്രിയപ്പെട്ട കുട്ടികളെ ഹ്യൂമനിസം ചാപ്റ്ററിൻ്റെ അതായത് നമ്മുടെ സോഷ്യൽ സയൻസ് 1 ചാപ്റ്റർ 1 പാർട്ട് 2 ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. പാർട്ട് 1 ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാവരും നമ്മുടെ പാർട്ട് 1 ക്ലാസ് വ്യൂ ചെയ്യുക. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ പാർട്ട് 2 ക്ലാസ്. പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ 14th സെഞ്ച്വറി ചേഞ്ചസ് നമ്മൾ കണ്ടു. 14th സെഞ്ച്വറിയിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് ഉണ്ടായത്, റെനേസൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു, ഹ്യൂമനിസം എന്താണെന്ന് നമ്മൾ ഡെഫിനിഷനൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്ത്, ഇറ്റാലിയൻ സിറ്റീസ്, ഫീച്ചേഴ്സ് ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്, ദെൻ ദ most important wealthy families, their names in Italian cities. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടു. നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന് പഠിക്കാനുള്ളത്. റെനേസൻസ്, ആഫ്റ്റർ റെനേസൻസ് what happened, what were the changes we can noticed in various spheres of life. That means in political, social, then religious സെക്ടേഴ്സ്, ചേഞ്ചസ്. അപ്പോൾ ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ ആ ചേഞ്ചസ് ആണ് കാണുന്നത്. മിഡീവിയൽ ടൈം, അതായത് 5th സെഞ്ച്വറി ടു 13th സെഞ്ച്വറി, 5th തൊട്ട് 13th സെഞ്ച്വറി വരെയുള്ള മിഡീവിയൽ ടൈം. എന്നാൽ 14th സെഞ്ച്വറി, 15th 16th സെഞ്ച്വറിയിലുണ്ടായ റെനേസൻസ്, ഹ്യൂമനിസം, അത് കൊണ്ടുവന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് ഈ ആൻസറുകളൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ധാരണ വേണം, എന്താണ് നമ്മൾ ഈ ഹ്യൂമനിസം എന്നുള്ള പാഠത്തിൽ പഠിക്കുന്നത്, ഈ ചാപ്റ്ററിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്. റെനേസൻസ് കാലത്ത് മിഡീവിയൽ ടൈമിൽ നിന്നും മാറി ആളുകൾ കൂടുതൽ ഹ്യൂമൻ ബീയിങ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഹ്യൂമനിസം, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഹ്യൂമനിസത്തിലേക്ക്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ എല്ലാ രംഗത്തും ചേഞ്ചസ് ഉണ്ടാവും. പൊളിറ്റിക്കൽ രീതിയിൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, റിലീജിയസ്, എല്ലാ രീതിയിലും നമുക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. ആ ചേഞ്ചസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചേഞ്ച് എന്താണെന്ന് നോക്കിയേ. What were the changes in the political, social, art and architecturally spheres of Italy after Renaissance? റെനേസൻസിന് ശേഷം സോഷ്യൽ, പൊളിറ്റിക്കൽ, ആർട്ട്, ആർക്കിടെക്ചർ, ഇങ്ങനെയുള്ള വിവിധ രംഗങ്ങളിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് നമുക്ക് ഇറ്റലിയിൽ കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇറ്റലിയെ സ്പെഷ്യലായിട്ട് പഠിക്കുന്നത്? ഈ ചേഞ്ചസ് ഒക്കെ ഏറ്റവും നന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഇറ്റലിയിലാണ്, ഇറ്റാലിയൻ സിറ്റീസിലാണ്. ഏറ്റവും കൂടുതൽ ചേഞ്ചസ് അവിടെയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ ഇറ്റലി എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് കാണാൻ പറ്റുന്നത്? ദ പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ യൂണിറ്റി ഓഫ് ദ ഇറ്റാലിയൻ സിറ്റീസ് ഫോസ്റ്റേഡ് സിവിക് സെൻസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് എമംഗ് പീപ്പിൾ. ഇപ്പോൾ മിഡീവിയൽ ടൈമിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. സിവിക് സെൻസ്, സെൽഫ് റെസ്പെക്റ്റ്. ഇറ്റാലിയൻ സിറ്റികളിലുണ്ടായ പ്രോസ്പെരിറ്റി, അവർക്കുണ്ടായ ട്രേഡിലൂടെ മറ്റും ലഭിച്ച ആ ഒരു എന്താണ് സാമ്പത്തിക നേട്ടം. ദെൻ പൊളിറ്റിക്കൽ ലിബർട്ടി, അവർ കുറച്ചുകൂടി പൊളിറ്റിക്കലി അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, പൊളിറ്റിക്കൽ ലിബർട്ടി. ആൻഡ് സോഷ്യൽ യൂണിറ്റി. So what happened? It fostered civic sense and self-respect among people. അപ്പോൾ അതിനു മുമ്പ് ആളുകൾ വളരെ സ്ലേവ്സ് ആയിരുന്നു. അവരുടെ മെൻറ്റാലിറ്റി സ്ലേവ് മെൻറ്റാലിറ്റി ആയിരുന്നു. ക്ലർജി പറയുന്ന എന്തും, പ്രീസ്റ്റ് പറയുന്ന എന്തും അപ്പടി വിശ്വസിച്ച് സ്വീകരിച്ച് ഒരു അടിമ മനോഭാവത്തിലിരുന്ന ആളുകളെ കുറച്ചുകൂടി സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരായി മാറി. ഓക്കെ, a section of the population well versed in ancient Roman law
and Latin language turned their attention to commercial pursuits. A section of the population, well versed in ancient Roman law, ഇപ്പോൾ റോമൻ ലോ ഒക്കെ വായിച്ച് അന്ന് ഏറ്റവും അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രണ്ട് സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റോമൻ, അടുത്തത് ഗ്രീസ്. ഗ്രീക്കിലെയും റോമൻ ഫിലോസഫേഴ്സിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അവിടുത്തെ നിയമങ്ങളൊക്കെ പഠിച്ച ഒരു സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ വട്ട് ഹാപ്പൻ, അവർക്ക് ലാറ്റിൻ ലാംഗ്വേജിലും നല്ല പ്രാവീണ്യമുണ്ടായി. ദേ ടേൺ ദിയർ അറ്റൻഷൻ ടു കൊമേഴ്സ്യൽ പെർസ്യൂട്ട്സ്. അവരവരുടെ കൂടുതൽ അറ്റൻഷനും ട്രേഡിനെ, കൊമേഴ്സിനെ, വ്യാപാര വ്യവസായ കാര്യങ്ങളിൽ ഉപയോഗിച്ചു. ഈച്ച് സിറ്റി ആസ്പയർഡ് ടു ബിക്കം എ സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഇറ്റാലിയൻ സിറ്റീസ് ഓരോന്നും ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും സെൻറ്ററായി മാറാനായിട്ട് ആഗ്രഹിച്ചു. ഈച്ച് സിറ്റി അസ്പയർഡ് ടു ബിക്കം എ സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ നല്ല ആർട്ടിസ്റ്റുകളെ, നല്ല ഫിലോസഫേഴ്സിനെ, ലിറ്ററലി ഹൈ ഗ്രേഡുള്ള ആളുകളെ അവരവിടേക്ക് കൊണ്ടുവന്ന് ഓരോ സിറ്റിയും അതിൻ്റെ സെൻറ്ററായി മാറാനായിട്ട് ശ്രദ്ധിച്ചു. Under the patronage of the rulers and clergy, people sought out, collected and preserved the remnants of ancient Rome, including paintings, manuscripts and architectural remains. ഇപ്പോൾ ക്ലർജിയുടെയും റൂളേഴ്സിൻ്റെയും സഹായത്തോടെ, അവരുടെ പാട്രണേജിൽ, അവരുടെ സമ്മതത്തോടെ ആളുകൾ എന്ത് ചെയ്തു? ദേ കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് എന്തെല്ലാമാണ്? റിമെയിൻസ് ഓഫ് ഏൻഷ്യൻ റോം, ഏൻഷ്യൻ റോമിലെ ശേഷിപ്പുകളെ. അവിടുത്തെ എന്തിൻ്റെ എല്ലാം ശേഷിപ്പുകളാണ്? പെയിൻറ്റിങ്സിൻ്റെ, മാൻസ്ക്രിപ്റ്റ്സിൻ്റെ, ആർക്കിടെക്ചറൽ റിമെയിൻസ്, അവിടുത്തെ പഴയ ഗ്രന്ഥങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട പെയിൻറ്റിങ്സ്, ആർട്ടും ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് റോമിൻ്റെ എല്ലാ റിമെയിൻസും കളക്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും ആളുകൾ ശ്രദ്ധിച്ചു. ഓക്കെ, അവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റെനേസൻസ് ആണ് അതിൻ്റെ കാരണം. വെൽത്തി പേട്രൺസ് ബ്യൂട്ടിഫൈഡ് ദെയർ പാരിഷ് ചർച്ചസ് ആൻഡ് ആക്റ്റീവ്ലി പ്രൊമോട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് മൊനാസ്ട്രീസ് ആൻഡ് നണ്ണറീസ് ആസ് വെൽ ആസ് കത്തീഡ്രൽസ്. വെൽത്തി പേട്രൺസ്, അതായത് ക്ലർജി ആകാം, റൂളേഴ്സ് ആകാം, അല്ലെങ്കിൽ വെൽത്തി പീപ്പിൾ ആകാം, വെൽത്തി ഫാമിലീസ് ആകാം, അവരുടെ പേട്രണേജിൽ അവർ ചർച്ചസ് ബ്യൂട്ടിഫൈ ചെയ്തു. ദേവാലയങ്ങളൊക്കെ കുറച്ചുകൂടി വലുതാക്കി പണിത് അതിനകത്ത് നല്ല പെയിൻറ്റിങ്സൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫിക്കേഷൻ നടത്തി. ദേ ആക്റ്റീവ്ലി പ്രൊമോട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് മൊനാസ്ട്രീസ്, മൊനാസ്ട്രികളുടെ കൺസ്ട്രക്ഷൻ, നണ്ണറീസ്, നൺസിൻ്റെ അവരുടെ ഹോം. എന്താണ് ഈ മൊനാസ്ട്രീസും നണ്ണറീസും? കന്യാസ്ത്രീകൾ താമസിക്കുന്ന ഭവനങ്ങളെ നണ്ണറീസ് എന്നും സന്യാസികളായ പുരോഹിതർ താമസിക്കുന്ന സ്ഥലങ്ങളെ മൊനാസ്ട്രീസ് എന്നും പറയും. അപ്പം മൊനാസ്ട്രികളും മഠങ്ങളും ഒക്കെ ധാരാളമായിട്ട് പണിയുകയും കത്തീഡ്രൽസ് പണിയുകയും പാരീഷ് ചർച്ചസ് കുറച്ചുകൂടി ബ്യൂട്ടിഫിക്കേഷൻ വരുത്തുകയും അങ്ങനെ ഇറ്റാലിയൻ സിറ്റികളെല്ലാം വളരെ മോഡിഫൈഡ് ആയിട്ട് മാറി, മോഡേൺ ആയി മാറി. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ചേഞ്ചസ്. ഇപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ്? അവരുടെ ഔട്ട്ലുക്കിൽ മാറ്റം വന്നു, അവരുടെ ചിന്തകളിൽ മാറ്റം വന്നു, അവർ കൂടുതൽ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരായി മാറി. അതുപോലെ തന്നെ അവർ കൂടുതലും അവരുടെ അറ്റൻഷൻ കൊമേഴ്സ്യൽ കാര്യങ്ങളിലേക്ക് മാറ്റി. അവരുടെ ഓരോ സിറ്റിയും സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറായി മാറാൻ അവർ ശ്രമിച്ചു. റൂളേഴ്സിൻ്റെ സഹായത്തോടു കൂടി റോമിലെ പഴയ പെയിൻറ്റിങ്സ്, മാൻസ്ക്രിപ്റ്റ്സ്, ആർക്കിടെക്ചറൽ റിമെയിൻസ് ഒക്കെ അവരെ വീണ്ടെടുക്കുകയും കളക്ട് ചെയ്യുകയും പ്രിസർവ് ചെയ്യുകയും ചെയ്തു. ചർച്ചസൊക്കെ കുറച്ചുകൂടി ബ്യൂട്ടിഫൈ ചെയ്തു. കത്തീഡ്രൽസും നണ്ണറീസും മൊനാസ്ട്രീസും ഒക്കെ പുതുതായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തു. ഈ ചേഞ്ചസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചേഞ്ചസ് പഠിച്ചു വെക്കുക. കാരണം നമ്മുടെ ഈ ഹ്യൂമനിസം മുഴുവൻ നമ്മൾ ഇതുപോലുള്ള ചേഞ്ചസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ അതിൻ്റെ തലസ്ഥാനമായിരുന്ന, അവരുടെ കേന്ദ്രമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, ഏറ്റവും അന്നത്തെ ഒരു 14th 15th സെഞ്ച്വറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ നിങ്ങൾ ഈ മാപ്പിലൊന്ന് കാണുക. യൂറോപ്പിലേക്ക് കയറാനുള്ള ഒരു
എന്താണ് അതിൻ്റെ എൻട്രൻസ് ആണെന്ന് വേണേൽ നമുക്ക് പറയാം കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ നിങ്ങളിവിടെ നോക്കുക, അതിൻ്റെ 3 സൈഡിലും നമുക്ക് സീ ആണ് കാണുന്നത്, സീ. അപ്പോൾ അവിടേക്ക് വ്യാപാരത്തിന് വരുന്ന ആളുകൾക്ക് ലാൻഡും വരാം, സീയിലൂടെയും വരാം. അപ്പോൾ അവിടെ എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ്. ആ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ജോഗ്രാഫിക്കൽ പൊസിഷൻ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യയിൽ നിന്നുമൊക്കെ വരുന്ന ട്രേഡേഴ്സിനെ എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അത് ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ അന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് റിലേഷൻ്റെ അതിൻ്റെ ക്രോസ് റോഡാണെന്ന് വേണേൽ നമുക്ക് പറയാം ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. അവിടെ എത്തിയതിന് ശേഷമാണ് ഈ പ്രോഡക്റ്റുകളെ യൂറോപ്പിലേക്ക് പോവുക. യൂറോപ്പിലുള്ള ആളുകൾക്ക് ഏഷ്യൻ പ്രോഡക്റ്റുകളെ അവർക്ക് വാങ്ങണമെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു സെൻറ്റർ. പക്ഷേ ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാപിറ്റൽ അത് നമ്മുടെ ഈ ഒരു 14th 15th സെഞ്ച്വറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറി. വളരെ നമുക്ക് പഠിക്കാൻ വളരെ കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ജോഗ്രാഫിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ജോഗ്രാഫിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ക്രോസ് റോഡ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു ക്രോസ് റോഡ് സ്ഥലമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. ഏഷ്യയിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി അവിടെ നിന്ന് ആണ് യൂറോപ്പിലേക്ക് പോവുക. ഇറ്റ് കൺട്രോൾഡ് മേജർ ട്രേഡ് റൂട്ട്സ് ഇൻക്ലൂഡിങ് ദ സിൽക്ക് റൂട്ട്. പ്രധാനപ്പെട്ട 2 ട്രേഡ് റൂട്ടുകളായിരുന്നു സിൽക്ക് റൂട്ടും സീ റൂട്ടും. സിൽക്ക് റൂട്ട് അത് ലാൻഡ് റൂട്ടാണ്. ഏഷ്യയിലുള്ള ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളിലെ സിൽക്ക് പോലുള്ള അല്ലെങ്കിൽ സ്പൈസസ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട കമ്മോഡിറ്റീസ് ട്രേഡേഴ്സ് കൊണ്ടുപോയിരുന്ന ഒരു റൂട്ടായിരുന്നു, ഒരു ലാൻഡ് റൂട്ടായിരുന്നു സിൽക്ക് റൂട്ട്. ഈ സിൽക്ക് റൂട്ട് ഉൾപ്പെടെയുള്ള ട്രേഡ് റൂട്ടുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു മേജർ ട്രേഡിംഗ് സെൻറ്റർ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇറ്റ് കൺട്രോൾഡ് മേജർ ട്രേഡ് റൂട്ട്സ് ഇൻക്ലൂഡിംഗ് ദ സിൽക്ക് റൂട്ട്. ഓക്കെ, സോ ദ ജോഗ്രാഫിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. Then assess the impact of the conquest of Constantinople by Turks on the intellectual landscape of Italy. ഇത്രയും ഇമ്പോർട്ടൻറ്റ് സെൻറ്ററായ കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്സ് കീഴടക്കുകയും അവർ അത് കൈവശപ്പെടുത്തുകയും ചെയ്തു. ദേ കോൺഗർ കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453. അപ്പോൾ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്രയും ജോഗ്രാഫിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലം, ട്രേഡിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൈവശപ്പെടുത്തുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങളുടെയും ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കയ്യിൽ നിന്നും ടർക്സ് അത് കോൺകർ ചെയ്തു. അവരത് കീഴടക്കി. അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം എന്താണ്, എല്ലാവരും ആഗ്രഹിക്കും കോൺസ്റ്റാന്റിനോപ്പിൾ അവരുടെ അധീനതയിൽ വയ്ക്കാൻ. അപ്പോൾ അങ്ങനെ ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ 1453 ആ ഇയർ ഒന്നോർത്തോണം, 1453 അവരത് കോൺകർ ചെയ്യുകയും പിന്നീട് എന്ത് സംഭവിച്ചു, ഇറ്റാലിയൻ സിറ്റീസിന് അതുകൊണ്ട് ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുക, ഇറ്റലിക്ക് അത് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. നോ, അവിടെ പോസിറ്റീവ് ഇമ്പാക്റ്റുകളും ഉണ്ടായി. നമുക്ക് നോക്കാം എന്താണ് ആ പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഇൻ 1453 ദ ഓട്ടോമൻ ടർക്സ് conquered Constantinople, the capital of the Eastern Roman Empire. This city was a center of many scholars who possessed manuscripts of ancient Greek, Roman literary works. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സെൻറ്റർ ഓഫ് മെനി സ്കോളേഴ്സ്, അന്നത്തെ ആ കാലത്തെ ഏറ്റവും സ്കോളേഴ്സായിട്ടുള്ള പണ്ഡിതരായ ആളുകളുടെ സെൻറ്റർ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ അന്ന്. അവരുടെ കയ്യിൽ ധാരാളം മാൻസ്ക്രിപ്റ്റ്സ്, ഗ്രീക്ക് റോമൻ ലിറ്റററി വർക്ക്സ്, പെയിൻറ്റിങ്സ് ഇതെല്ലാം കൈവശം വെച്ചിരുന്ന സ്കോളേഴ്സ് ധാരാളമായിട്ട്
ഈ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ടായിരുന്നു. മാൻസ്ക്രിപ്റ്റുകളെ, ഏൻഷ്യൻ ഗ്രീക്ക് റോമൻ ലിറ്റററി വർക്ക്സ്, ഇതൊക്കെ അവർക്ക് കയ്യിലുണ്ടായിരുന്നു. In the aftermath of the Turkish conquest, these scholars migrated to Italian cities, bringing their manuscripts with them. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ടക്സിൻ്റെ അണ്ടറിലായി കഴിഞ്ഞപ്പോൾ ഈ സ്കോളേഴ്സിന് വലിയ ആശങ്കയായി. അവർക്ക് അവരുടെ ജീവനിലെ ഒക്കെ ഒരു ആശങ്കയുണ്ടായി. തുർക്കികളെ അവരെ കൊന്നുകളയുമോ, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നവർ ഭയപ്പെടുകയും ആക്ച്വലി ദേ ഫിയർഡ് ദ Turks. So what happened? These scholars migrated to other Italian cities. ഈ സ്കോളേഴ്സ് അവരുടെ മാൻസ്ക്രിപ്റ്റുകളുമായി, അവരുടെ കയ്യിലുള്ള ലിറ്റററി വർക്ക്സുമായി, അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളുമായി ദേ മൈഗ്രേറ്റഡ് ടു ഇറ്റാലിയൻ സിറ്റീസ്. വൈ? ബിക്കോസ് ദേ ഫിയർഡ് ടക്സ്. ദി സ്കോളേഴ്സ് ദേ എൻറ്റേർഡ് ഇറ്റാലിയൻ സിറ്റീസ്. ദേ മൈഗ്രേറ്റഡ് ടു ഇറ്റാലിയൻ സിറ്റീസ്. ഓക്കെ. ആസ് എ റിസൾട്ട്, റിസർച്ച് ആൻഡ് സ്റ്റഡീസ് ബിഗാൻ ടു സ്പ്രെഡ് ടു ലൈബ്രറീസ്. ഇറ്റാലിയൻ സിറ്റികളിലെ ലൈബ്രറികളിലേക്ക് ഈ സ്കോളേഴ്സ് വന്നു. അവരുടെ മാൻസ്ക്രിപ്റ്റ്സുമായിട്ട്, അവരുടെ ലിറ്റററി വർക്ക്സുമായിട്ട് അവരെത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? റിസർച്ച് ആൻഡ് സ്റ്റഡീസ് ബിഗാൻ ടു സ്പ്രെഡ് ടു ലൈബ്രറീസ്. ഇറ്റാലിയൻ സിറ്റികളിലെ റിസർച്ചും സ്റ്റഡീസും ഒക്കെ യൂണിവേഴ്സിറ്റികളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റിസർച്ചും സ്റ്റഡീസും ലൈബ്രറികളിലേക്കൂടി വ്യാപിച്ചു. Why? Because of the presence of these scholars in libraries. So, Italian cities now become a fertile ground for artistic innovation and cultural experiments. ഇറ്റാലിയൻ സിറ്റികൾ ഒരു ഫെർട്ടൈൽ ഗ്രൗണ്ടായി മാറി. എന്തിനുള്ള ഫെർട്ടൈൽ ഗ്രൗണ്ട്? ആർട്ടിസ്റ്റിക് ഇന്നവേഷൻ ആൻഡ് കൾച്ചറൽ എക്സ്പെരിമെൻറ്റ്സ്. കൾച്ചറൽ എക്സ്പെരിമെൻറ്റ്സിനും ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഇന്നവേഷനും സയൻറ്റിഫിക് ഇന്നവേഷനും ഒക്കെയുള്ള വളരെ വളക്കൂറുള്ള ഒരു സ്ഥലമായി ഇറ്റാലിയൻ സിറ്റീസ് മാറി. അപ്പോൾ തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺകസ്റ്റ് ഇറ്റാലിയൻ സിറ്റീസിനെ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്തു. പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഓൾ ദീസ് ആർ പോസിറ്റീവ് ഇമ്പാക്റ്റ്. ദീസ് സ്കോളേഴ്സ്, അപ്പോൾ ഇറ്റാലിയൻ സിറ്റികളിൽ ഇത്രയും സ്കോളേഴ്സിനെ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ്. ഈ സ്കോളേഴ്സ് വന്നതോടുകൂടി അവിടെ റിസർച്ചും ഇന്നവേഷൻസും ആർട്ടിസ്റ്റിക്, സയൻറ്റിഫിക്, കൾച്ചറൽ എക്സ്പെരിമെൻറ്റ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റാലിയൻ സിറ്റീസ് സ്കോളേഴ്സിൻ്റെ പ്രസൻസ് കൊണ്ട് വളരെ മോഡേണായി മാറി. ദാറ്റ് വാസ് ദ ചേഞ്ച് വി ക്യാൻ നോട്ടീസ് ആഫ്റ്റർ ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടക്സ്. ഓക്കെ. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പുതിയ ഒരു വാക്ക് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. സ്കലാസ്റ്റിസിസം, ഹ്യൂമനിസം നമ്മൾ പഠിച്ചതാണ്. റെനേസൻസ് കാലത്തുണ്ടായ ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഹ്യൂമനിസം. ഇറ്റ് ഈസ് എ ഫിലോസഫി ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ സെൻറ്റേർഡ് ഫിലോസഫി. But what is this scholasticism? It was an ancient philosophy. It was a philosophy in the Middle Ages. അതായത് 5th തൊട്ട് 13th വരെയുള്ള മിഡിൽ ഏജ് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫിലോസഫിയാണ് സ്കോലാസ്റ്റിസിസം. എന്നാൽ 14th 15th സെഞ്ച്വറിയിൽ കാണുന്ന ഫിലോസഫിയാണ് ഹ്യൂമനിസം. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് what was the difference between scholasticism and humanism? ഇതിനെ നമുക്ക് രണ്ട് കാലത്തിൽ നമുക്ക് പഠിക്കാം. സ്കലാസ്റ്റിസിസം, മിഡിൽ ഏജ് ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ട്. മിഡിൽ ഏജസിലെ ഒരു ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ടാണ് സ്കലാസ്റ്റിസിസം. ഗേവ് എ തിയോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അത് ഹ്യൂമൻ ലൈഫിനെ ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരു മുഖമാണ് കൊടുക്കുക, ഒരു പെർസ്പെക്റ്റീവാണ് കൊടുക്കുക. തിയോളജിയൊക്കെ എവിടെ വരുന്നതാണ്? അത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിവൈൻ, റിലീജിയസ്. ഗേവ് തിയോളജിക്കൽ പെർസ്പെക്റ്റീവ്. തിയോളജി എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള ഫിലോസഫിയാണ് നമ്മൾ തിയോളജി എന്ന് പറയുക. ഓക്കെ. അപ്പോൾ തിയോളജിക്കലായിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫാണ് സ്കോലാസ്റ്റിസിസം. അത് അങ്ങനെയുള്ള ഒരു ഫിലോസഫിയാണ്. ദെൻ
ദേ പ്രയോറിറ്റൈസ് ദ ഡിവൈൻ ആൻഡ് ആഫ്റ്റർ ലൈഫ്. ഈ തിയോളജിയിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിവൈൻ, എല്ലാം ഡിവൈനാണ്. എന്താണ് ഈ ഡിവൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഗോഡുമായിട്ട് കണക്റ്റഡ്, ദൈവവുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാമാണ് ഡിവൈൻ. സോ ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ്, മോർ പ്രയോറിറ്റി ടു ഡിവൈൻ തിങ്സ്, നോട്ട് വേൾഡ്ലി തിങ്സ്. They gave more importance to divine things and after life, life after death. അപ്പം നമുക്ക് മോക്ഷത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ആഫ്റ്റർ ലൈഫിനെ കുറിച്ച്, ഡിവൈനായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ മോർ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു തിയോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്, ഫിലോസഫിയാണ് സ്കൊളാസ്റ്റിസിസം. മനസ്സിലായല്ലോ? അത് മിഡിൽ ഏജ് ആണ്, മിഡിൽ ഏജ്. എന്നാൽ റെനേസൻസ് കാലത്ത് വന്ന പുതിയ ഐഡിയോളജിയാണ്, പുതിയ ഫിലോസഫിയാണ് ഹ്യൂമനിസം. അപ്പോൾ ഹ്യൂമനിസം എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇറ്റ് വാസ് എ ഡിപ്പാർച്ചർ ഫ്രം ക്രിസ്ത്യൻ തിയോളജി. ക്രിസ്ത്യൻ തിയോളജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തം, അതിൽ നിന്നും മാറിയതാണ് ഹ്യൂമനിസം. എ ഡിപ്പാർച്ചർ. എംഫസൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, വേൾഡ്ലി ലൈഫ് ആൻഡ് റാഷണൽ എൻക്വയറി. റാഷണലായിട്ടുള്ള റീസണുള്ള എൻക്വയറിക്കും വേൾഡ്ലി ലൈഫിനും ഹ്യൂമൻ എക്സ്പീരിയൻസിനും മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫിലോസഫിയാണ് ഹ്യൂമനിസം. അപ്പോൾ ഓപ്പോസിറ്റ് എഴുതിക്കോണം. സ്കൊളാസ്റ്റിസിസം ഡിവൈൻ തിയോളജി ആണെങ്കിൽ ഇവിടെ വേൾഡ്ലി തിങ്സ്, വേൾഡ്ലി ലൈഫ്, റാഷണൽ എൻക്വയറി. ഹ്യൂമനിസ്റ്റ് ഹൈലൈറ്റഡ് ദ യുണീക്ക്നെസ്, ഇമോഷൻസ്, കേപ്പബിലിറ്റീസ്, ലിറ്റററി എക്സ്പ്രഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻഹെറിറ്റഡ് ഇൻ ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റിയിൽ ഉള്ള കേപ്പബിലിറ്റീസ്, ഇമോഷൻസ്, യുണീക്ക്നെസ്, അവരുടെ ലിറ്റററി എക്സ്പ്രഷൻസ്, all these are emphasized in humanism. Human-centered outlook accommodated dissenting voices and criticism. ഹ്യൂമൻ-സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഹ്യൂമനിസം. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഡിസെൻഡിങ് വോയിസസ്, അതായത് എതിർപ്പുകൾ. ക്രിറ്റിസിസം എന്താണ്? ഒരു കാര്യത്തെപ്പറ്റി എതിർപ്പ് പറയുക, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക. നമുക്കറിയാം സ്കൊളാസ്റ്റിസിസത്തിൽ ഒരിക്കലും ക്രിറ്റിസിസം ഇല്ല. കാരണം എന്താണ്? പ്രീസ്റ്റ്, ക്ലർജി പറയുന്നത് അപ്പടി അനുസരിക്കുന്നതാണ് സ്കൊളാസ്റ്റിസിസം, ആ ഒരു മിഡിൽ ഏജ് തിയറി. എന്നാൽ ഹ്യൂമനിസത്തിലോ ക്രിട്ടിസൈസ് ചെയ്യാം. ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ലിബർട്ടി ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു റീസണബിൾ അല്ലാതെ തോന്നുന്ന ഏത് കാര്യത്തെയും അവർക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. സോ ഹ്യൂമനിസം ദേ accommodate dissenting voices and criticism. But in scholasticism, no criticism, no dissenting voices. Do you understand? അത് ഡിവൈൻ ആണ്, ഇത് വേൾഡ്ലി തിങ്സ് ആണ്. അവിടെ ഗോഡാണ് പ്രധാനപ്പെട്ടത്, ഇവിടെ ഹ്യൂമൻ ബീങ്സ് ആണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. സ്കൊളാസ്റ്റിസിസം ഏത് കാലത്തുണ്ടായതാണ്? മിഡിൽ ഏജിലാണ്. ഹ്യൂമനിസമോ റെനേസൻസ് പീരീഡിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. ദെൻ ഹൗ ഡിഡ് ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം ഇമ്പാക്ട് ദ കോഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി? ഹ്യൂമനിസം, അതായത് 14th സെഞ്ച്വറിയിൽ നമ്മൾ കാണുന്ന ഹ്യൂമനിസം, ആ ഒരു തിയറി, ആ ഒരു ഫിലോസഫി, അത് വേൾഡ് ഹിസ്റ്ററിക്ക് എന്ത് ഇമ്പാക്റ്റ് കൊടുത്തു? എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്? ഹ്യൂമനിസം എൻകറേജ്ഡ് പീപ്പിൾ ടു റീഡ് ഏൻഷ്യന്റ് ഗ്രീക്ക് റോമൻ വർക്ക്സ്. ഹ്യൂമനിസം, they gave more importance to human beings, so they encourage people to read ancient Greek Roman works. അതുവരെയും ക്ലർജി എൻകറേജ് ചെയ്യുന്നത് ബൈബിളൊക്കെ പോലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഹ്യൂമനിസം ആളുകളെ എൻകറേജ് ചെയ്തു ഗ്രീക്ക് റോമൻ ലിറ്റററി വർക്ക്സ് വായിക്കാൻ. ദ അറബ്സ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പോപ്പുലറൈസിംഗ് ദ ഐഡിയാസ് ഓഫ് അരിസ്റ്റോട്ടിൽ ത്രൂ ഔട്ട് യൂറോപ്പ്. നമുക്കറിയാം ഏൻഷ്യൻ ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലോസഫറാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെ തിയറീസ്, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് യൂറോപ്പിലൊക്കെ അറബികൾ കൊണ്ടുപോയി പോപ്പുലറൈസ് ചെയ്തു, സ്പ്രെഡ് ചെയ്തു. എന്തുകൊണ്ടാണ്? അവർക്ക് യൂറോപ്പുമായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറബികളെ ദേ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പോപ്പുലറൈസിംഗ് ദ ഐഡിയാസ് ഓഫ് ദ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ത്രൂ ഔട്ട് യൂറോപ്പ്. Humanists produce works in regional languages
ആൻഡ് ക്രിയേറ്റഡ് പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഇൻ ദ ഗ്രീക്ക് റോമൻ സ്റ്റൈൽ. അപ്പോൾ ഒരുപാട് സ്കോളേഴ്സ് ഇറ്റാലിയൻ സിറ്റീസിലുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഹ്യൂമനിസ്റ്റുകളെ റീജിയണൽ ലാംഗ്വേജിൽ പുസ്തകങ്ങൾ എഴുതുകയും പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഗ്രീക്ക് റോമൻ സ്റ്റൈലിൽ ഉണ്ടാക്കുകയും ചെയ്തു. ഓക്കെ, ദേ ക്രിയേറ്റഡ് സോ മെനി പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഇൻ ഗ്രീക്ക് റോമൻ സ്റ്റൈൽ. ഇത് ഏതൊക്കെയാണെന്നും ആ ഗ്രേറ്റ് പെയിൻറ്റേഴ്സ് അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണെന്നും നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു തുടക്കമാണ്. അവരെ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട്, വളരെ സ്കോളേഴ്സ് അവിടെ ഉണ്ട്. അവിടെ ഉള്ള ഇങ്ങനെയുള്ള ആളുകളെ അവിടെ ഇതൊക്കെ നിർമ്മിച്ചു. അവരെ പുസ്തകങ്ങൾ റീജിയണൽ ലാംഗ്വേജിൽ എഴുതി. നമുക്കറിയാം അതുവരെയും ലാറ്റിനായിരുന്നു അവരുടെ മെയിൻ ലാംഗ്വേജ്. എന്നാൽ റീജിയണൽ ലാംഗ്വേജിലെ ഇംഗ്ലീഷിൽ, ഫ്രഞ്ചിൽ, പോർച്ചുഗീസ് ലാംഗ്വേജിൽ ഒക്കെ അവർ പുസ്തകങ്ങൾ ഉണ്ടാക്കി. അവിടെ പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഉണ്ടാക്കി. റെനേസൻസ് ആർട്ട് റെപ്രസെൻറ്റ് ഹ്യൂമൻ ബീങ്സ് ഇൻ ഓൾ ഇറ്റ്സ് നാച്ചുറൽനെസ്. റെനേസൻസ് ആർട്ട്, അത് പെയിൻറ്റിങ്സ് ആകട്ടെ സ്കൾപ്ചേഴ്സ് ആകട്ടെ എന്തും ആയിക്കൊള്ളട്ടെ, അതിലെല്ലാം ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടായിരുന്നു. ഹ്യൂമൻ ബീങ്സിനെ അതിൻ്റെ നാച്ചുറൽ രീതിയിലായിരുന്നു അവർ അതിൽ പ്രദർശിപ്പിച്ചത്. ഓക്കെ, ദ റെനേസൻസ് ഇൻ എസെൻസ് എംബോഡീസ് ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ് അക്രോസ് വേരിയസ് സ്പിയേഴ്സ് ഇൻക്ലൂഡിംഗ് പെയിൻറ്റിംഗ്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സയൻസ്, റിലീജിയൻ. റെനേസൻസ് അല്ലെ ഈ ഹ്യൂമനിസം അത് എല്ലാ സ്പിയേഴ്സിലും എല്ലാ രംഗങ്ങളിലും ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു. ഇറ്റ് ട്രാൻസ്ഫോം, ഇറ്റ് ഇമ്പാക്റ്റ്, ഇറ്റ് മെയ്ഡ് ചേഞ്ചസ് in various spheres like politics, architecture, painting, literature, history, science, religion. In every spheres we can see changes because of this humanism, new ideology. ഓക്കെ, അപ്പോൾ ആ ചേഞ്ചസ് നമുക്കിനിയും തുടർന്ന് പഠിക്കണം. ഓക്കെ, നമുക്കതിലേക്ക് പോകാം. അരിസ്റ്റോട്ടിനെ നിങ്ങൾ കണ്ടു. ഇദ്ദേഹം ഗ്രീക്ക് ഫിലോസഫറാണ്. ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് യൂറോപ്പിൽ സ്പ്രെഡ് ചെയ്തത് അറബികളാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ റെനേസൻസ് ആർട്ട്, റെനേസൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം സംഭവിച്ചതും ഹ്യൂമനിസത്തിലേക്ക് യൂറോപ്പ് ചേഞ്ച് ആയതും രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും ഒന്നാണ്. ഹ്യൂമനിസം എന്ന് പറഞ്ഞാലും റെനേസൻസ് എന്ന് പറഞ്ഞാലും മോർ ഓർ ലെസ് സെയിം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഹ്യൂമനിസത്തിലൂടെ വന്ന ആർട്ട് തന്നെയാണ് റെനേസൻസ് ആർട്ട്. മിഡിൽ ഏജ് പെയിൻറ്റിങ്സിനും റെനേസൻസ് പെയിൻറ്റിങ്സിനുമുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് നമുക്ക് പഠിക്കാം. വാട്ട് വെർ ദ ചേഞ്ചസ് ഓർ വാട്ട് വെർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മിഡിൽ ഏജ് പെയിൻറ്റിങ്സ് ആൻഡ് റെനേസൻസ് പെയിൻറ്റിങ്. അപ്പോൾ 13th സെഞ്ച്വറി വരെയുള്ള പെയിൻറ്റിങ്സും 14th സെഞ്ച്വറി തുടർന്നുള്ള പെയിൻറ്റിങ്സിനും എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഒന്നാമത്തേത് സ്പിരിച്വലാണ്, ഡിവൈനാണ്, ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആണ്, റിലീജിയസ് ആണ്. അത്ര ഓർക്കുക. അതിലെ തീം എല്ലാം റിലീജിയസ് ആണ്. ഏഞ്ചൽസ്, ഹെവൻലി, സ്പിരിച്വൽ തീംസ് സച്ച് ആസ് ഏഞ്ചൽസ് ആൻഡ് ഹെവൻലി റിലാംസ്. ഓക്കെ, കണക്റ്റിംഗ് ടു ഗോഡ്, എവറിത്തിങ്. ഏത് പെയിൻറ്റിങ് എടുത്താലും അതിനകത്ത് റിലീജിയനാണ് പ്രധാനപ്പെട്ട തീം, സ്പിരിച്വൽ തീമാണ്. എന്നാൽ റെനേസൻസിലോ ഫോക്കസ് ഓൺ ദ ബ്യൂട്ടി ഓഫ് ദ ഹ്യൂമൻ ഫോംസ്, ഒറിജിനാലിറ്റി ആൻഡ് നാച്ചുറലിസ്റ്റിക് യൂസ് ഓഫ് കളേഴ്സ്. കളേഴ്സ് ഓഫ് എ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നു. അതിന് ഒറിജിനാലിറ്റി ഉണ്ട്. ഈ പെയിൻറ്റിങ്സിനെ, ഹ്യൂമൻ ഫോംസിനെ നാച്ചുറലി കാണിക്കുന്നു. കളേഴ്സൊക്കെ നാച്ചുറലി ഉപയോഗിക്കുന്നു. അതാണ് റെനേസൻസ് പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത. ഹ്യൂമൻ ബീങ്സ്, ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, നോട്ട് സ്പിരിച്വൽ, നോട്ട് ഡിവൈൻ. അപ്പോൾ നമ്മൾ മൊണാലിസയൊക്കെ കണ്ടതല്ലേ? മൊണാലിസ എന്ന് പറയുന്നത് ബൈബിളിലുള്ള ഒരു സ്ത്രീ അല്ല, പകരം അവരൊരു ജീവിച്ചിരുന്ന ഒരു ഹ്യൂമൻ ലേഡിയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് കാണുക. ഹ്യൂമൻ ബീങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഹ്യൂമൻ ബീങ്സിനെ ഒറിജിനലി കാണിക്കുന്ന പെയിൻറ്റിങ്സ് ആയിരുന്നു റെനേസൻസ് പെയിൻറ്റിങ്സ്, സ്പിരിച്വൽ അല്ലായിരുന്നു. ഫീച്ചേഴ്സ് ഓഫ് റെനേസൻസ് പെയിൻറ്റിങ്സ്. വാട്ട് വെർ ദ ഫീച്ചേഴ്സ് ഓഫ് റെനേസൻസ് പെയിൻറ്റിങ്? നമ്മൾ പറഞ്ഞ ഈ ഒരു പോയിൻറ്റ്സുകളെ നമുക്കൊന്ന് പോയിൻ്റായിട്ട് പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ ഉണ്ട്.
Humanistic ideals were reflected profoundly in Renaissance paintings. Humanistic ideals, not divine ideals, only humanistic ideals. Painters presented human forms with a remarkable accuracy, clarity, and meticulous attention to detail in their works. ഹ്യൂമൻ ബീങ്സിനെ അവരെ പെയിൻറ്റിങ്സിൽ കാണിക്കുന്നത് നാച്ചുറലി, റിമാർക്കബിൾ അക്യുറസിയിൽ, ക്ലാരിറ്റിയിൽ, മനസ്സിലായല്ലോ, മെറ്റിക്കുലസ് അറ്റൻഷനിൽ അവരുടെ ആ അഴക് അളവുകളൊക്കെ കറക്റ്റായിട്ട് നാച്ചുറലായിട്ട് ഹ്യൂമൻ ബീങ്സിനെ കാണിച്ചു. ഐക്കോണിക് അല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചില ക്രിസ്ത്യൻ ചർച്ചസിൽ പോകുമ്പം ഐക്കൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഹ്യൂമൻ ബീങ്സിനെ ഇങ്ങനെ നമ്മുടെ മുഖത്തിൻ്റെ, നമ്മുടെ ഫേസിൻ്റെ ആകൃതിയൊക്കെ ഒരു ത്രികോണ ആകൃതിയിലൊക്കെ ഇങ്ങനെ വരയ്ക്കും. ഹ്യൂമൻ ബീങ്സ് ആണെന്നറിയാം, പക്ഷേ നമ്മൾ കന്യാമറിയത്തെയും ജീസസിനെയൊക്കെ അങ്ങനെ വരച്ചിരിക്കുന്നത് നിങ്ങൾ ഐക്കൺസ് കണ്ടിട്ടുണ്ടേ. എന്നാൽ റിയലായിട്ടുള്ള മനുഷ്യരെ പോലെ തന്നെ വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടേ. അപ്പോൾ ഈ ഐക്കൺ രീതി എന്ന് പറയുന്നത് മിഡിൽ ഏജ് രീതിയാണ്. എന്നാൽ ഈ റെനേസൻസ് പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത ഹ്യൂമൻ ബീങ്സിൻ്റെ ഒറിജിനാലിറ്റി. ആർട്ട് വർക്ക് ബിക്കം ഇൻക്രീസിംഗ്ലി പ്രിസൈസ് ആൻഡ് റിയലിസ്റ്റിക്. ആർട്ട് വർക്ക് കുറച്ചുകൂടി പ്രിസൈസായി, റിയലിസ്റ്റിക്കായി, റിയലായി. ലാൻഡ്സ്കേപ്സ് വെയർ ഇൻക്ലൂഡഡ്. ലാൻഡ്സ്കേപ്പുകളൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അങ്ങനെയില്ല, സ്വർഗമൊക്കെയാണ് വരയ്ക്കുന്നത്, ഹെവൻ. പക്ഷേ ഇപ്പോഴോ ലാൻഡ്സ്കേപ്സ് വരയ്ക്കാം. ബ്യൂട്ടി ഓഫ് നേച്ചർ അവർ പെയിൻറ്റിങ്സിൽ ഉൾപ്പെടുത്തി. ദ യൂസ് ഓഫ് കളേഴ്സ് ടു ഇലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത് കാണിക്കാനും ലൈറ്റ് കാണിക്കാനും കളേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റ്. റെനേസൻസ് കാലത്താണ് ഓയിൽ പെയിൻറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, ഓയിൽ പെയിൻറ്റ്. ദെൻ പോർട്രേറ്റ്സ് നിർമ്മിക്കാൻ ആരംഭിച്ചു. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ്. ഡിവൈൻ ഫിഗേഴ്സ്, അതായത് പിതാവായ ദൈവം, അല്ലെ ജീസസ് ക്രൈസ്റ്റ്, ദെൻ ഏഞ്ചൽസ്, ദെൻ ദസ് മേരി, ഇവരുടെയൊക്കെ പടങ്ങൾ കുറച്ചുകൂടി ഐഡിയലൈസ്ഡായി മാറി, നാച്ചുറലായി മാറി. ഓക്കെ, ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റെനേസൻസ് പെയിൻറ്റിങ്സ്. റിയലിസ്റ്റിക് ആയി മാറി എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാച്ചുറൽ ബ്യൂട്ടി കൂടുതൽ പ്രധാനപ്പെട്ടതായി മാറി. ക്ലാരിറ്റി ഉണ്ടായി. ഹ്യൂമൻ ബോഡിയെ ആക്യുറേറ്റ് ആയിട്ട് കാണിച്ചു. ആക്യുറസി, വാക്കുകളൊക്കെ ഓർക്കണം. ആക്യുറസി, ക്ലാരിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ തുടങ്ങി. ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസിലേക്ക് ഡിവൈൻ തിങ്ങിനെ കൊണ്ടുവന്നു. ഓക്കെ, ലിസ്റ്റ് ദ റെനേസൻസ് പെയിൻറ്റേഴ്സ് ആൻഡ് ദെയർ ഫേമസ് വർക്ക്സ്. റെനേസൻസ് കാലത്തെ ഇതുപോലെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റേഴ്സ്, ഗ്രേറ്റ് പെയിൻറ്റേഴ്സ് ആരൊക്കെയാണ്? ലിയനാർഡോ ഡാവിഞ്ചി, 2 അദ്ദേഹത്തിൻ്റെ പേരിൽ 2 പെയിൻറ്റിങ്സ് ആണ്. ലാസ്റ്റ് സപ്പർ, മൊണാലിസ. ജിയോവാനി ബെല്ലിനി, ആഗ്നി ഇൻ ദ ഗാർഡൻ, യേശുവിൻ്റെ ഗാർഡനിലെ ആഗ്നി, അദ്ദേഹത്തിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി വീണു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ആഗ്നി കാണിക്കുന്ന ഒരു ചിത്രം, ഒരു പെയിൻറ്റിംഗ് ആണ് ആഗ്നി ഇൻ ദ ഗാർഡൻ. ദെൻ പിയറോ ഡെല്ല ഫ്രാൻസിസ്ക, ബറ്റിസ്റ്റ സഫോട്ട, മൈക്കലാഞ്ചലോ, another important painter, the last judgment. Raphael, the great Raphael, and Titan, 2 other painters. അവരുടെ പേരിലും ധാരാളം പെയിൻറ്റിങ്സ് ചർച്ചസിൻ്റെയൊക്കെ വാൾസിലൊക്കെ അവരും വരച്ചിട്ടുണ്ട്. റാഫേലും ടിറ്റാൻ, മൈക്കലാഞ്ചലോ, ജിയോവാനി ബെല്ലിനി, ലിയനാർഡോ ഡാവിഞ്ചി. ഓക്കെ, നമുക്ക് ചില പെയിൻറ്റിങ്സ് കൂടി കാണണം. Prepare a note on Leonardo da Vinci, the great Italian painter. The Last Supper and Mona Lisa are the world-famous paintings of Leonardo da Vinci. These paintings speak of the unique way in which Da Vinci harmonizes color, shadow and light. അദ്ദേഹത്തിൻ്റെ ഈ 2 പെയിൻറ്റിങ്സിലും കളറും ഷാഡോയും ലൈറ്റും എങ്ങനെ ഒരുമിപ്പിച്ചിരിക്കുന്നു, ഹാർമോണൈസ്. ഹി വാസ് എ വെർസറ്റൈൽ ജീനിയസ് who scientifically studied the human body. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിലെ ഹ്യൂമൻ ബോഡി കറക്റ്റ്
നാച്ചുറലാണ്. അത് അദ്ദേഹത്തിന് അതിനകത്തെ ജീനിയസ് ആയിരുന്നു അദ്ദേഹം. ഇൻ ദിസ് ലാസ്റ്റ് സപ്പർ ഇമോഷൻസ് ലൈക്ക് സർപ്രൈസ്, ഫിയർ, ഗിൽറ്റ് ഓഫ് ക്രൈസ്റ്റ് ഡിസൈപ്പിൾസ് ആർ വിവിഡ്ലി എക്സ്പ്രസ്ഡ് ആസ് ക്രൈസ്റ്റ് റിവീൽസ് ദാറ്റ് വൺ ഓഫ് ദം ബിട്രേ ഹിം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാസ്റ്റ് സപ്പർ, ആ ഒരു പിക്ചറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ക്രൈസ്റ്റ് തന്നെ ഒരാൾ ബിട്രേ ചെയ്യും, തന്നെ ഒരു ഡിസൈപ്പിൾ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മറ്റ് ഡിസൈപ്പിൾസിൻ്റെ മുഖത്തുണ്ടായ ആ ഒരു ഫിയർ, ദെയർ സർപ്രൈസ്, ദെയർ ഗിൽറ്റ്, എവറിഥിങ്, അതെല്ലാം നമുക്ക് ആ ഇമോഷൻസ് എല്ലാം ലാസ്റ്റ് സപ്പറിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത. ഒരു ഇറ്റാലിയൻ പെയിൻറ്ററെ പറ്റി ഒരു ഷോർട്ട് നോട്ട് ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ടും ലിയനാർഡോ ഡാവിൻസിയെ പറ്റിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഹ്യൂമൻ ബോഡിയുടെ ആ ഒരു സ്ട്രക്ചറിനെ പറ്റി അദ്ദേഹം വളരെ ജീനിയസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഹ്യൂമൻ ബോഡി അതിൻ്റെ നാച്ചുറൽ ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ഈ ലിയനാർഡോ ഡാവിൻസിയുടെ ചിത്രമാണ്, ഇദ്ദേഹമാണ് ആ ഗ്രേറ്റ് പെയിൻറ്റർ. ലാസ്റ്റ് സപ്പർ, മൊണാലിസ. ഓക്കെ, ദെൻ ലാസ്റ്റ് സപ്പർ നിങ്ങൾക്കിവിടെ കാണാം, മൊണാലിസ നിങ്ങൾക്കിവിടെ കാണാം. ദെൻ മൈക്കൽ ആഞ്ചലോ, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് കേട്ടോ, ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ഇത് റഫേൽ എന്ന് പറയുന്ന ആ ഫേമസ് പെയിൻറ്ററാണ് റഫേൽ. ഇതാണ് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, മൈക്കൽ ആഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ഇത് ഹെവൻ ആണ് ഈ കാണിച്ചിരിക്കുക, ഹെവൻ. അതിലെ ചിത്രങ്ങളൊക്കെ കൂടുതൽ റിയലിസ്റ്റിക്കാണ് കേട്ടോ. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് സ്കൾപ്ചറുമായിട്ട് അടുത്ത ദിവസം ടീച്ചർ എത്തുന്നതായിരിക്കും. താങ്ക് യു.